എരിവില്ലാത്തതും പക്ഷേ ന്യൂട്രീഷ്യസുമായ ഒത്തിരി അടിപൊളി റെസിപ്പീസുമായിട്ടാണ് ഈ സീരീസ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നല്ല അടിപൊളി സ്പാനിഷ് ഓംലെറ്റ് വിത്ത് പൊട്ടേറ്റോസ്, സവോള ആൻഡ് തക്കാളി ആയിട്ടുണ്ട്. എന്നിട്ട് താണ്ടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വെരി വെരി നൈസ്. ഓ മൈ ഗോഡ്. അധികം നിങ്ങളെ ഇനി കൊതിപ്പിക്കാതെ റെസിപ്പിയിലേക്ക് കടക്കാം. ചേരുവകൾ ഇതൊക്കെയാണ്. ഇതിന് നമുക്ക് വേണ്ടത് ഒരു പൊട്ടേറ്റോ പീൽഡ് ആയിട്ടുള്ളത്, അത് നമുക്ക് സ്ലൈസ് ചെയ്യണം. ഒരു തക്കാളി, 2 മുട്ട. ദ ഹോൾ ഐഡിയ ഇസ് ടു ഈറ്റ് ആസ് മെനി എഗ്സ് ആസ് പോസിബിൾ. കുറച്ച് കൊറിയാണ്ടർ, ഇത്രയും വേണ്ടതായിട്ട് നമ്മൾ കുറച്ച് എടുക്കുകയുള്ളൂ. പിന്നെ ഒരു സവോള. ഓക്കെ. കുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അടുപ്പ് കത്തിക്കാനായിട്ട്. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് വെക്കുക. നിങ്ങളുടെ സ്പീഡ് അത്യാവശ്യം അടിപൊളിയാണെങ്കിൽ ഡു ഓൾ ഓഫ് ദിസ് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ. എൻ്റെ സ്പീഡ് ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ ആദ്യം പൊട്ടേറ്റോ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് പിന്നെ സവോള സ്ലൈസ് ചെയ്തതിന് ശേഷമാണ് അടുപ്പത്ത് പാൻ വെച്ചത്. ഞാൻ ഓയിൽ ഉപയോഗിക്കുന്നതും ഇച്ചിരി കുറവാണ്. ബട്ട് തന്നെ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ നമുക്ക്. ഇതെല്ലാം ഒരേപോലെ വെന്ത് കിട്ടേണ്ടതുകൊണ്ട് നമ്മൾ താണ്ടെ പയ്യെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടണം ഈ പൊട്ടേറ്റോയും സവോളയും ഒക്കെ. ഈ പൊട്ടറ്റോയും സവോളയും ഒരു 2 മിനിറ്റ് ഒന്ന് ഇട്ട് അതിന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സ്റ്റർ ചെയ്യാൻ തുടങ്ങും. ഇത് നല്ലോണം കുക്കായിട്ട് മാത്രമേ മുട്ട ഇടാൻ പറ്റുള്ളൂ. ബിക്കോസ് മുട്ട വേഗം കുക്കാവും, നമുക്കറിയാലോ. ലൈക്ക് ആവാൻ ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഐ വിൽ ഷെയർ വിത്ത് യു ആരാണ് എന്നെ ഈ റെസിപ്പി പഠിപ്പിച്ചതെന്ന്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബോംബെയിൽ. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുള്ള സമയത്ത് ഉണ്ടാക്കിയ ഫ്രണ്ടാണ്, പല്ലവി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ നല്ല ആക്റ്റീവാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിരുന്നു, ആർക്കെങ്കിലും അറിയാവോ ഈ മുട്ടയുടെ ആ ഒരു രുചി വരാത്ത രീതിയിൽ ഇങ്ങനെ മുട്ടയുടെ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതിപ്പോൾ ഒരുമാതിരി പണിഷ്മെൻറ്റ് പോലെ അയക്കുകയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് സ്പൈസ് ഒന്നും ഇടാതെ അധികം പൊടികളൊന്നും വാരി ഇടാതെ നമ്മുടെ നാട്ടിലെ ആയാലും കൊള്ളാം പുറം രാജ്യത്തെ ആയാലും കൊള്ളാം അതില്ലാത്തൊരു റെസിപ്പി എനിക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പല്ലവി എനിക്ക് പറഞ്ഞു തന്നതാണ് സ്പാനിഷ് ഓംലെറ്റിൻ്റെ ഈ റെസിപ്പി. സോ 2 eggs, 2 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, ഇച്ചിരി ഉപ്പിട്ടിട്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയ ആ പൊട്ടേറ്റോ ആൻഡ് സവോള തക്കാളി മിക്സ്ചറിലേക്ക് ഇത് ഒഴിക്കുക. ആൻഡ് ദെൻ ഈവൻലി സ്പ്രെഡ് ചെയ്യുക. തവി വെച്ച് അല്ലെങ്കിൽ ആ പാൻ ഒന്ന് ഇളക്കി കൊടുത്താൽ മുട്ട അങ്ങനെ നന്നായിട്ട് ഒഴുകി എല്ലായിടത്തോട്ടും ആയിക്കോളും. എന്നിട്ട് ഇച്ചിരി വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഫ്ലിപ്പ് ചെയ്യുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് സെർവ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കഴിക്കുക. ദിസ് ഇസ് സോ ടേസ്റ്റി.